നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ മേലെ കൂടുതൽ പഠിക്കൂ. അതായത് നമ്മുടെ കേട്ടിട്ട് നടുങ്ങിപ്പോയ ഒരു കാര്യം ഇന്റർസെക്ഷണൽ അല്ല എന്നവർ പറയുന്നു. ഞങ്ങൾ നടുങ്ങിപ്പോയി. ഞങ്ങൾ എന്താണ് ഫെമിനിസം എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ നടുങ്ങിപ്പോയി. എനിക്ക് പറയാനില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേരറിയില്ല, 2 ട്രൈബിനെ കുറിച്ച് പറഞ്ഞു. പ്രൊട്ടക്ഷൻസ് ഉണ്ടായിരുന്നു കാലാകാലങ്ങളായി. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടേ? അല്ല, ഇറ്റ്സ് എ ബയോളജിക്കൽ ട്രേറ്റ്. ഞാൻ അത്രേ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നേ. സ്ത്രീക്കും പുരുഷനും മറ്റു ജനറൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും തുല്യത വേണമെന്നാണ് നമ്മൾ പറയുന്നത്. പുരുഷനും വേണം, അത്രേ ഉള്ളൂ. ലീഗൽ റൈറ്റ്സ് വേണം. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷന്മാരുടെ സൂയിസൈഡൽ റേഷ്യോ വളരെ ഹൈ ആണ്. എന്തുകൊണ്ടാണെന്ന് പറയൂ. എന്തുകൊണ്ടാണ് ഇവിടെ അബ്യൂസ് ചെയ്യപ്പെടുന്ന കണക്കുകൾ നിങ്ങൾ പറയാത്തത് എന്താ? പുരുഷൻ എന്തുകൊണ്ട് 70% of the men are committing suicide? Why? ഏൽപ്പിക്കുന്ന ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് സ്ത്രീക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സമൂഹം പുരുഷന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. He has to be responsible. He has to take care of family. Ma'am, oh, you are the one who, hey, come on, you are the one who has a problem. പറയട്ടെ Allow me to finish. ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ഇതിന് അനുവദിക്കുന്നത്?